ഹായ് ഹലോ മൈ ബ്യൂട്ടിഫുൾ സോൾസ്, നമസ്കാരം. വളരെ അവിചാരിതമായി നിങ്ങളുടെ മുന്നിലേക്ക് വന്ന ഈ ഒരു റീഡിംഗ് നിങ്ങൾ കാണുന്ന നിമിഷം നിങ്ങളുടെ വ്യക്തി എന്താണ് നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത്, ഒപ്പം തന്നെ നിങ്ങളുടെ ബന്ധത്തിൻ്റെ ഒരു ഫ്യൂച്ചർ എന്താണ്, ഈ ഒരു സമയം നിങ്ങളുടെ ബന്ധത്തിനുള്ള ഒരു ഡിവൈൻ ഗൈഡൻസ് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം. ഇതൊരു ടൈംലെസ് വീഡിയോ ആണ്, അതുകൊണ്ട് തന്നെ എപ്പോൾ കണ്ടാലും ഒരു ഡിവൈൻ എനർജിയിൽ നിങ്ങൾക്കൊരു വിശ്വാസമുണ്ടെങ്കിൽ തീർച്ചയായും ഇത് നിങ്ങൾക്ക് റെസൊണേറ്റ് ചെയ്യും. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എനർജി ഈ ഒരു റീഡിങ്ങുമായി കണക്ട് ചെയ്യുക. അല്പമൊന്ന് ശാന്തമായിരുന്ന് മെഡിറ്റേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മുഖം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അവരോടൊപ്പം പങ്കിട്ട ആ ഒരു സുന്ദരമായിട്ടുള്ള നിമിഷങ്ങൾ എല്ലാം തന്നെ മനസ്സിലേക്ക് ഓർക്കുക. പോസിറ്റീവായിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് യൂണിവേഴ്സിനോട് ചോദിക്കാം, ഹേ യൂണിവേഴ്സ്, ഈ ഒരു റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് എന്താണ്? ഇവിടെ വന്നിരിക്കുന്ന ഫസ്റ്റ് കാർഡ് ഏസ് ഓഫ് വോൺസ് ആണ്. ഈ ഒരു കാർഡ് എന്ന് പറയുന്നത് ശക്തമായ ആകർഷണത്തിനെ സൂചിപ്പിക്കുന്നു, പുതിയ തുടക്കം എന്നിവയൊക്കെ സൂചിപ്പിക്കുന്ന കാർഡാണ്. അതായത് നിങ്ങളോടുള്ള ഒരു താല്പര്യമൊന്നും പൂർണ്ണമായിട്ടും അവസാനിച്ചിട്ടില്ല. ഒരു സ്പാർക്കൊക്കെ ഇപ്പോഴും അവരുടെ മനസ്സിൽ നിലനിൽക്കുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നു. ഇതൊരു പ്രണയത്തിൻ്റെ ഉറപ്പ് നൽകുന്നതിൽ ഉപരി ശക്തമായിട്ടുള്ള ആകർഷണം, വീണ്ടും സമീപിക്കാനുള്ള ഒരു പ്രേരണ, അതിനെയൊക്കെ സൂചിപ്പിക്കുന്നു. ഇതിലൊരു ചെറിയ നോ കോണ്ടാക്റ്റിലോ ബ്രേക്കപ്പിലോ ഒക്കെ നിൽക്കുന്ന ആളുകളാണ് എങ്കിൽ അവർ നിങ്ങളെ വീണ്ടും ഒന്ന് സമീപിക്കാനുള്ള ഒരു പ്രേരണ അവർക്കുണ്ടാകുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നു. നെക്സ്റ്റ് കാർഡ് ദ വേൾഡ് കാർഡാണ്. എല്ലാ കാർഡുകളും നമുക്ക് കാണിക്കാൻ പറ്റില്ല. ഈ ഒരു കാർഡിന് രണ്ട് സാധ്യതകളാണ്. ചിലർക്കിതൊരു സൈക്കിൾ പൂർത്തിയാകുന്നു, എൻഡ് ആകുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നു. ചിലർക്കിത് എങ്ങനെയെങ്കിലും ഒന്ന് പൂർത്തിയാക്കേണ്ടിയിരിക്കുന്നു, ഒരു ക്ലോഷർ കൊടുക്കണം എന്ന ചിന്തയും സൂചിപ്പിക്കുന്നു. നിങ്ങളെ അവർ ജീവിതത്തിലൊരു പ്രധാന അനുഭവമായിട്ട് കാണുന്നുണ്ട്, പക്ഷേ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിലേക്ക് രണ്ടു പേരുടെ അനുഭവം അതുപോലെ ആയിരിക്കുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നു. മനസ്സിനകത്ത് ശക്തമായ ആകർഷണമൊക്കെ രണ്ടുപേർക്കും ഉണ്ടെങ്കിൽ തന്നെയും ഈ ഒരു ബന്ധം എന്ന് പറയുന്നതൊരു രഹസ്യ നേച്ചർ ഉള്ളതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനുള്ള ഒരു ബുദ്ധിമുട്ട്, സാഹചര്യങ്ങൾ അനുകൂലമല്ലാത്ത അവസ്ഥ, അതിനെയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ് ദ വേൾഡ് കാർഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കാർഡ് ടു ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഈ ഒരു വ്യക്തി ഇപ്പോൾ ഇത് ബാലൻസ് ചെയ്യുന്നു. രണ്ട് ഉത്തരവാദിത്തങ്ങൾ, രണ്ട് ജീവിതങ്ങൾ, അല്ലെങ്കിൽ രണ്ട് തീരുമാനങ്ങൾക്കിടയിൽ ഒരു നിന്നു പോകുന്ന അവസ്ഥ. മനസ്സൊരു വശത്തേക്കും ജീവിത സാഹചര്യങ്ങൾ മറ്റൊരു വശത്തേക്കും അവരെ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകുന്നതായിട്ട് കാണിക്കുന്നു. സ്റ്റക്ക് എനർജിയാണ് സൂചിപ്പിക്കുന്നത്. ഇത് സൂചിപ്പിക്കുന്നത് ഒരു സ്ഥിരതയേക്കാൾ ഒരു കൺഫ്യൂഷൻ, ഭയങ്കരമായിട്ടുള്ള കൺഫ്യൂഷനെ സൂചിപ്പിക്കുന്നു. ഈ ഒരു ബന്ധം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നറിയാൻ വയ്യാത്ത അവസ്ഥ. അതിനെ സാധൂകരിക്കുന്ന ഒരു കാർഡാണ് മൂൺ കാർഡ് എന്ന് പറയുന്നത്. മൂൺ വന്നു കഴിഞ്ഞാൽ കാര്യങ്ങളൊന്നും തന്നെ വ്യക്തമല്ല എന്നതിനെ സൂചിപ്പിക്കുന്നു. ചില കാര്യങ്ങൾ മറച്ചു വെക്കപ്പെടുന്നു. ഭയം, കുറ്റബോധം, ആശയക്കുഴപ്പം, പറയാതെ വെക്കുന്ന ചില വികാരങ്ങൾ എന്നിവയൊക്കെയാണ് ഈ ഒരു മൂൺ കാർഡ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. എല്ലാ വികാരങ്ങളും ഒന്നും തുറന്നു പറയാൻ കഴിയുന്ന ഒരവസ്ഥയിലല്ല എന്നതിനെ സൂചിപ്പിക്കുന്നു. ചില കാര്യങ്ങൾ അവർ മനസ്സിൽ തന്നെ സൂക്ഷിച്ചു വെക്കുന്നു, നിങ്ങളോട് പങ്കിടാൻ പറ്റാനാകാതെ. ഓവറോൾ ഈ ഒരു കറണ്ട് ഫീലിംഗ് നോക്കുന്ന സമയത്ത് ഈ ഒരു 4 കാർഡുകൾ ചേർത്ത് നോക്കുമ്പോൾ നിങ്ങളോടുള്ള ഒരു ആകർഷണം ഇപ്പോഴുമുണ്ട്. സന്തോഷങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ ആലോചിക്കുന്നുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ വലിയ ആശയക്കുഴപ്പം, സാഹചര്യങ്ങളെ ബാലൻസ് ചെയ്യാനുള്ള ശ്രമം, തുറന്നു പറയാൻ കഴിയാത്ത വികാരങ്ങൾ. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. കാരണം അവരുടെ ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റീസോ കാര്യങ്ങളോ എല്ലാം തന്നെ കൂടുതൽ ഏറ്റെടുക്കേണ്ടി വരുന്ന ഒരു ഘട്ടം വരുന്ന സമയത്ത് ഈ ഒരു ബന്ധത്തിന് ഒരു സെക്കൻഡ് ചാൻസ് എന്ന് പറയുന്ന ലെവലിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാ കാര്യങ്ങളും അങ്ങനെ നിങ്ങളോട് ഓപ്പണായിട്ട് പറയാൻ സാധിച്ചില്ല എന്ന് വരും. കാരണം നിങ്ങളെ മനസ്സ് വിഷമിപ്പിക്കേണ്ട എന്നുള്ള കാര്യം വെച്ചുകൊണ്ട് മറച്ചു വെക്കപ്പെടാം. ഈ ഒരു റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഒരു പേഴ്സൻ്റെ ഒരു മൂഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചിന്താഗതികൾ എന്ന് പറയുന്നത് അത്ര ഒരു സ്മൂത്ത് അല്ല. ആൾക്ക് ശരിക്കും കൺഫ്യൂഷനുണ്ട്, ഒരു സ്റ്റക്ക് എനർജിയുണ്ട്, അതുപോലെ തന്നെ പറയാൻ പറ്റാത്ത വേദനകൾ, അതിനെയൊക്കെ സൂചിപ്പിക്കുന്നു. ചിലരുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഒരുപാട് സ്നേഹമൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും സാഹചര്യങ്ങളുടെ ഒരു സമ്മർദ്ദം മൂലം ഈ ഒരു ബന്ധം എൻഡാക്കേണ്ടി വരുന്നു എന്നതിനെപ്പറ്റി സൂചിപ്പിക്കുന്നു. അതിന് ചിലപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും താല്പര്യമുണ്ടായിട്ടല്ല, കാരണം സാഹചര്യങ്ങൾ ആലോചിക്കുമ്പോൾ മനസ്സിലാകും. കാരണം ഇതൊന്നും നമ്മുടെ ഒരു സമൂഹം അംഗീകരിക്കുന്ന ഒരു ബന്ധമായിരിക്കത്തില്ല. മറ്റുള്ളവരറിയാതെ ഇത്രയും കാലമൊക്കെ കൊണ്ടുപോയി നടന്ന് ചിലരുടെയൊക്കെ ബന്ധം എക്സ്പോസായി അത് വീട്ടിലറിഞ്ഞ് പ്രശ്നമായിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബന്ധം എൻഡ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വേൾഡ് കാർഡ് പറയുന്നത് അതാണ്, ഒരു പൂർത്തീകരണം. കാരണം നിർബന്ധമായിട്ടും ചില കാര്യങ്ങൾ അവസാനിപ്പിക്കേണ്ടി വരുന്ന അവസ്ഥ, ഒട്ടും താല്പര്യമില്ലെങ്കിൽ കൂടിയും വിഷമങ്ങളാണെങ്കിൽ തന്നെയും. കാരണം ഈ ഒരു ബന്ധത്തിൻ്റെ പരിധി എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാമല്ലോ. സമൂഹം അംഗീകരിക്കുന്ന യഥാർത്ഥ അവകാശികൾ വരുന്ന സമയത്ത് നമ്മൾ മാറിക്കൊടുക്കേണ്ടിയിരിക്കുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നു. ഒരു കാലത്ത് വളരെ ആഴത്തിൽ സ്നേഹിച്ച ആളുകളുടെ എനർജിയാണ് കൂടുതലും ഇവിടെ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ബന്ധത്തിൻ്റെ ഒരു ഫ്യൂച്ചർ എന്താണെന്ന് ചോദിക്കാം. അതിനായി വന്നിരിക്കുന്ന ഫസ്റ്റ് കാർഡ് തന്നെ 3 ഓഫ് സോർട്സ് ആണ്. ഈ ഒരു ബന്ധം
അത്ര എളുപ്പത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു എനർജി അല്ല. അതല്ല ഇവിടെ കാണിക്കുന്നത്. ഒരു നിരാശ, ഹൃദയവേദന അല്ലെങ്കിൽ യാഥാർത്ഥ്യമായ ചില കാര്യങ്ങളെ നേരിടേണ്ടി വരുന്ന സാഹചര്യം വരാൻ സാധ്യതയുണ്ട് എന്നതിനെ സൂചിപ്പിക്കുന്നു. ശരിക്കും മനസ്സ് വിഷമിക്കുന്ന ഒരവസ്ഥ. 3 ഓഫ് സോർട്സ് സൂചിപ്പിക്കുന്നത് അതാണ്. ക്യൂൻ ഓഫ് സോർട്സ് എന്ന് പറയുന്നത് വികാരങ്ങളെക്കാൾ യാഥാർത്ഥ്യമാണ് പ്രാധാന്യം അർഹിക്കുന്നത് എന്നതിനെ സൂചിപ്പിക്കുന്നു. നിങ്ങളിൽ ഒരാൾ വ്യക്തമായ ഒരു അതിർത്തി ഈ ഒരു ബന്ധത്തിൽ വരയ്ക്കാം. ഫ്യൂച്ചറിലേക്ക് പോകുന്ന സമയത്ത് ഒരു കഠിനമായിട്ടുള്ള തീരുമാനമൊക്കെ എടുക്കാൻ ചാൻസസ് ഉണ്ട്. അതല്ല എങ്കിൽ വികാരങ്ങളൊക്കെ മാറ്റിവെച്ച് യുക്തിപരമായിട്ട് കാര്യങ്ങളെ കാണാൻ തുടങ്ങും. പ്രാക്ടിക്കൽ മെൻറ്റാലിറ്റി വരും എന്നതിനെ സൂചിപ്പിക്കുന്നു. മുന്നോട്ട് പോകുമ്പോൾ ഈ ഒരു ഫ്യൂച്ചറിലേക്ക് പോകുന്ന സമയത്ത് ഈ ഒരു ബന്ധത്തിന് കുറേയേറെ ട്രാൻസ്ഫോർമേഷൻ അത് വന്നിരിക്കും. 4 ഓഫ് വാണ്ട്സ് കാർഡ് സൂചിപ്പിക്കുന്നത് ഒരു സ്ഥിരത, അതുപോലെ തന്നെ ഒരു കുടുംബപരമായിട്ടുള്ള ഘടന എന്നിവയെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇത് ഈ ഒരു എക്സ്ട്രാ മാരിറ്റൽ ബന്ധം വിവാഹത്തിലേക്ക് പോകും എന്ന് പറയുന്നില്ല. മറിച്ച് ഒരാൾ നിലവിലുള്ള ഒരു കുടുംബ ജീവിതത്തെയോ സ്ഥിരമായിട്ടുള്ള ഒരു ഘടനയോ കൂടുതൽ മുൻഗണന കൊടുത്ത് ആ വക കാര്യങ്ങൾക്കെല്ലാം തന്നെ ഒരു പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന എനർജിയെ സൂചിപ്പിക്കുന്നു. ലാസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് 7 ഓഫ് വാണ്ട്സ് ആണ്. ഇതൊരു പ്രതിരോധത്തെ സൂചിപ്പിക്കുന്നു. ഒരാൾ സ്വന്തം തീരുമാനത്തെ സംരക്ഷിക്കുവാനും അതിർത്തികൾ നിലനിർത്തിക്കൊണ്ട് പോകുവാനും ശ്രമിക്കുന്ന എനർജി. പുറമേയുള്ള സമ്മർദ്ദങ്ങൾക്കും ഉള്ളിലെയുള്ള സംഘർഷങ്ങൾക്കും എതിരെ നിൽക്കുന്ന ഒരു പിക്ചറാണ് ഈ കാണിക്കുന്നത്. ഫ്യൂച്ചർ മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത് എളുപ്പത്തിൽ റീയൂണിയൻ അല്ലെങ്കിൽ തടസ്സങ്ങളില്ലാതെ മുന്നേറ്റം വളരെ ശക്തമായിട്ട് കാണിക്കുന്നില്ല. ആദ്യം ശരിക്കുമുള്ള ഒരു 2 പേരും ആഴത്തിൽ വേദന അനുഭവിക്കുന്നു. തുടർന്ന് യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയുള്ള ഒരു തീരുമാനമെടുക്കുന്നു. തുടർന്നൊരു സ്റ്റെബിലിറ്റിക്ക് മുൻഗണനയുണ്ട്. ഒരുപാട് ആഴത്തിൽ സ്നേഹിക്കുന്ന ഒരാളെ വിട്ടുകൊടുക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെയേറെ ഹാർട്ട് ബ്രേക്കിംഗ് സിറ്റുവേഷനാണ്. സഹിക്കാനാവില്ല. കാരണം ഹീലാകാനൊക്കെ ഒരുപാട് സമയമെടുക്കും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ബന്ധത്തിന് ഒരു ബൗണ്ടറി ഉണ്ട്, ഒരു പരിധിയുണ്ട്. അത് വിട്ട് നിങ്ങൾക്ക് 2 പേർക്കും പുറത്തേക്ക് കടക്കാൻ പറ്റില്ല. പരസ്പരമുള്ള ഒരു കുറ്റപ്പെടുത്തലല്ല ഇവിടെ ആവശ്യം. ഒരു തുറന്ന ഒരു കമ്മ്യൂണിക്കേഷൻ അത് കൊണ്ടുവരിക എന്നുള്ളതാണ് നിങ്ങൾക്കിടയിലേക്ക്. ഫ്യൂച്ചറിലേക്ക് എങ്ങനെ പോകണം എന്നുള്ള വ്യക്തമായ തീരുമാനം നിങ്ങളുടെ വ്യക്തിയെ കൂടെ ചേർത്ത് അതെടുക്കാൻ ശ്രമിക്കുക. ഈ ഒരു ബന്ധത്തിൽ ഒരാൾ തന്നെ ഓവറായിട്ട് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അത് ഈക്വൽ ആക്കാൻ ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ മുന്നോട്ട് പോകും തോറും ഒരു ഇൻ ആൻഡ് ഔട്ട് എനർജിയിൽ ഈ ഒരു ബന്ധം പോകും, വരും പോകും എന്ന ലെവലിലേക്ക്. അടുത്തതായി നമുക്ക് നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിനുള്ള ഒരു ഡിവൈൻ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. 10 ഓഫ് പെന്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിന്റെ അടിത്തറ വളരെ ശക്തമാക്കുക. നിങ്ങളുടെ കുടുംബം, സാമ്പത്തികമായിട്ടുള്ള സുരക്ഷ, ആത്മാഭിമാനം, ദീർഘകാല സമാധാനം എന്നിവയ്ക്ക് മുൻഗണന കൊടുക്കുക. താൽക്കാലികമായിട്ടുള്ള വികാരങ്ങളെക്കാൾ ഉപരി ദീർഘകാല സ്ഥിരതയ്ക്ക് പ്രാധാന്യം കൊടുക്കുക. നിങ്ങളുടെ മൂല്യങ്ങളെ സംരക്ഷിക്കുന്ന തീരുമാനങ്ങളാണ് അവസാനം കൂടുതൽ സമാധാനം നൽകുക എന്ന സന്ദേശമാണ് 10 ഓഫ് പെന്റക്കിൾസ് പറയുന്നത്. ഫൈനൽ ഇതിൻ്റെ ഒരു ഓവറോൾ റീഡിംഗ് നോക്കുന്ന സമയത്ത് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള ഒരു ആകർഷണം പൂർണ്ണമായിട്ടൊന്നും ഇല്ലാതായിട്ടില്ല. ഇപ്പോഴും അവർ മനസ്സിൽ ഓർക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ ഒരു ആശയക്കുഴപ്പം, അതുപോലെ തന്നെ ഈ ഒരു ബന്ധം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അറിയാത്ത അവസ്ഥ. ഈ ഒരു മൂൺ കാർഡ് കാരണം എല്ലാ വികാരങ്ങളും അവർ ഓപ്പണായിട്ട് പറയുന്നതുമില്ല. ഫ്യൂച്ചറിലേക്ക് വരുന്ന സമയത്ത് ഒരു ബന്ധം വികാരപരമായിട്ട് പരീക്ഷിക്കപ്പെടാനുള്ള സാധ്യത അങ്ങേയറ്റമാണ്. വ്യക്തമായിട്ടുള്ള അതിർത്തികളും തീരുമാനവും പിന്നീട് രൂപപ്പെടാനുള്ള സാധ്യതയെ സൂചിപ്പിക്കുന്നു. ഇവിടെ വന്നിരിക്കുന്ന ഡിവൈൻ ഗൈഡൻസ് വളരെ വ്യക്തമാണ്. അത് മനസ്സിലാക്കുക. നിങ്ങളുടെ സമാധാനം, ആത്മാഭിമാനം, ദീർഘകാല സുരക്ഷ എന്നിവയ്ക്ക് വില കൊടുക്കുക. ഫ്യൂച്ചറിലേക്ക് പോകുന്ന സമയത്ത് ഒരു സ്ഥിരതയിലേക്ക് നയിക്കുന്ന ഒരു തീരുമാനങ്ങളാണ് ഈ ഒരു സ്പ്രെഡിൽ കൂടുതലായിട്ട് എടുത്ത് കാണിക്കുന്നത്. നിങ്ങളും ആകെ ഒരു കൺഫ്യൂഷനായ ഒരു അവസ്ഥയിലായിരിക്കാം. എങ്ങനെ മുന്നോട്ട് പോകണം അത് തന്നെ നിങ്ങളുടെ വ്യക്തിയും ആലോചിക്കുന്നുണ്ട്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെയും സാഹചര്യം വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അവരവരുടെ സാഹചര്യം അനുസരിച്ച് നിങ്ങൾ ഇതിലൊരു തീരുമാനമെടുക്കുക. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് പറയാനുള്ളത്, ഒരു സ്റ്റേബിൾ എനർജിയിലേക്ക് ആദ്യം നിങ്ങൾ വരിക. അതിനുശേഷം ആ ഒരു എനർജിയിലേക്ക് നിങ്ങളുടെ പേഴ്സണെ കൊണ്ടുവരാൻ ശ്രമിക്കുക. അതായത് നമുക്കൊരു സ്റ്റെബിലിറ്റി മോഡില്ലാതെ നമ്മൾ മറ്റൊരു വ്യക്തിയെ സ്റ്റെബിലിറ്റി മോഡിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ആദ്യം അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റേബിൾ ആകുക. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഏറെ പേർക്ക് ഒരു ശനിദശ കാലഘട്ടമായിരിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ബന്ധങ്ങളിൽ പരീക്ഷണം നേരിടുന്ന കാലഘട്ടം. അതുകൊണ്ട് തന്നെ ഡിസിപ്ലിൻ പഠിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ് ശനി എന്ന് പറയുന്നത്. നമ്മൾ ഡിസിപ്ലിൻഡ് ആകുക. ശരിയായ ഭക്ഷണം, ശരിയായ ഉറക്കം, ശരിയായിട്ടുള്ള വ്യായാമം, അതുപോലെ തന്നെ വിശ്വാസത്തോടു കൂടിയുള്ള ശരിയായിട്ടുള്ള പ്രാർത്ഥനകൾ, ഇതെല്ലാം ഒന്ന് ഓക്കെ ആക്കാൻ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഒരു 21 ഡേയ്സിനകത്ത് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വ്യക്തമായൊരു മാറ്റം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ ഒന്ന് ഡിസിപ്ലിൻഡ് ആകുമ്പോൾ തന്നെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആയി വരും. നിങ്ങൾക്ക് പിന്നെ മാനിഫെസ്റ്റ് ചെയ്യാം നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണ് എന്നുള്ളത് യൂണിവേഴ്സിനോട് പറയാം. നിങ്ങളുടെ ഈ ഒരു വിലയേറിയ സ്നേഹമൊക്കെ അർഹിക്കുന്ന ആൾ തന്നെ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആയി വരും. വ്യക്തമായ ഒരു തീരുമാനം എടുക്കാനാകാതെ വിഷമിച്ച് നിൽക്കുന്ന ഒരുപാട് പേരുടെ എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. അവരോടായി പറയുന്നു, എത്രയൊക്കെ ശ്രമിച്ചിട്ടും പരിഹരിക്കാനാവാത്ത പ്രശ്നങ്ങളാണ് മുമ്പിലെങ്കിൽ തീർച്ചയായും അത് യൂണിവേഴ്സിന് മുമ്പിൽ സറണ്ടർ ചെയ്യുക. തീരുമാനമെടുക്കേണ്ടത് അവിടെ നിന്നാണ്.
നിങ്ങൾ സറണ്ടർ ചെയ്യുമ്പോൾ മാത്രമേ അവിടെ ഒരു തീരുമാനം കൈക്കൊള്ളുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു റീഡിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. നമ്മുടെ ഈ ഒരു ചാനലിൽ റീഡിംഗ് മാത്രമല്ല, അതോടൊപ്പം തന്നെ ഡിവൈൻ ഗൈഡൻസ് കൂടി ഉൾപ്പെടുത്തി വിടുന്നത് കൊണ്ട് തന്നെ ആർക്കെങ്കിലുമൊക്കെ ആളുകൾക്ക് അത് ഉപകാരപ്പെടട്ടെ എന്നുള്ള രീതിയിലേക്കാണ് റീഡിംഗ് ചെയ്തു വിടാറുള്ളത്. ഈ ഒരു റീഡിങ്ങിൽ പറഞ്ഞിട്ടുള്ള എല്ലാ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യുക. നെഗറ്റീവായതും നിങ്ങളെ വിഷമിപ്പിക്കുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡിവൈന് മുമ്പിൽ സറണ്ടർ ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ കരിയർ അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് എന്നിവയിലൊരു നിർണായക തീരുമാനം എടുക്കാൻ പറ്റാത്തൊരു കണ്ടീഷനാണ് എങ്കിൽ അതിനായി നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കേണ്ടിയിരിക്കുന്നു. പേഴ്സണൽ റീഡിംഗ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ടാരോട്ട് റീഡിംഗ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയ ശേഷം പേഴ്സണൽ റീഡിംഗ് എടുക്കാൻ ശ്രദ്ധിക്കുക. എൻ്റെ പേഴ്സണൽ റീഡിങ്ങിനുള്ള നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് മെസ്സേജ് അയയ്ക്കുക. പേഴ്സണൽ റീഡിങ്ങിന് പേയ്മെൻ്റ് ഉണ്ട്. പേയ്മെൻറ്റും ഡീറ്റെയിൽസും എല്ലാം തന്നെ ആ ഒരു മെസ്സേജിനകത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ദിവസേനയുള്ള എൻ്റെ പ്രത്യേക പ്രാർത്ഥനകളിൽ നിങ്ങളെയും ഉൾപ്പെടുത്തുന്നതിനായി പേരും നാളും ചേർത്ത് കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും എൻ്റെ പ്രത്യേക പ്രാർത്ഥനകളിൽ നിങ്ങളെയെല്ലാം ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ഒരു ഡിവൈൻ ഗൈഡൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും പോസിറ്റീവായിട്ടുള്ള എനർജി നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യുവാനും നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും വന്നു ചേരാനും ഈ ഒരു ഡിവൈൻ എനർജിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു യൂണിവേഴ്സ്.